ഹായ് ഗൈസ്, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ് ഇത് രണ്ടുമാണ്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ലെഗാണ്, പക്ഷെ അത് ചെയ്യാനുള്ള ടൈമില്ല. അന്ന് ഞങ്ങളിത് കുറച്ച് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നത്, അപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം വാമ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഹലോ ഗൈസ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ, ഇതിലുണ്ടോ? ലെഗ് ചെയ്യാനാണ് ഇത് ഗൈസ് ചെയ്തത്. ലെഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വൈകിപ്പോയി. സോ ഗൈസ്, ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ബാർബൽ കേൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിലൊരു വാം സെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ വെയിറ്റ് ഒന്നുമില്ല, ഫ്രീ ബാർ. സോ വാം സെറ്റ് ഒരു 11 റെപ്പിറ്റേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഒരു 5 kg നമ്മൾ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സെറ്റിൽ. അപ്പോൾ നമുക്ക് 5 kg ആഡ് ചെയ്യാം. ലോക്ക് ഉണ്ടോടാ? ലോക്ക് ഇപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 kg ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഒരു മാക്സിമം ഒരു 15 റെപ്സ് ചെയ്യാൻ നോക്കും. പറ്റുമോ നോക്കട്ടെ. സോ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. സെക്കൻഡ് സെറ്റ് നമ്മൾ ചെയ്യുന്നത് സെയിം വെയിറ്റ് തന്നെയാണ്. സോ സെയിം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ബൈസെപ്സ് ചെയ്യുമ്പോൾ ചെറിയ വെയിറ്റിലാണ് ചെയ്യാറ്, വലിയ വെയിറ്റ് പോകാറില്ല. കാരണം ബൈസെപ്സിന് അത്രയും വെയിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. സോ ഏറ്റവും കൂടുതൽ നമ്മൾ ബൈസെപ്സ് വലുതാക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പർട്രോഫി ഫോക്കസ് ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വെയിറ്റ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒത്തിരി വെയിറ്റ് ആഡ് ചെയ്യേണ്ട വർക്കൗട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ മസിൽസിൽ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം.
സോ സെക്കൻഡ് സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു 2.5 ആഡ് ചെയ്യാം തേർഡ് സെറ്റിൽ. അതൊരു 10 reps മാക്സിമം, അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. സോ 8 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തേർഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തേർഡ് സെറ്റ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്, ബൈസെപ്സ് കൾസ് ബാർബെൽ. അപ്പോൾ നമുക്കിനി അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വർക്കൗട്ട് ട്രൈസെപ്പ് പുഷ് ഡൗൺ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ വെയിറ്റ് എന്ന് പറയുന്നത് 25-ലാണ് സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ വെയിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്നാണ് ചെറിയ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. യൂഷ്വലി ബൈസും ട്രൈസും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ വെയിറ്റ് തന്നെയാണ് ചെയ്യാറ്. കൂടുതൽ വെയിറ്റ് ഒന്നും ചെയ്യാറില്ല ഞാൻ. അപ്പോൾ ഞാൻ ചെയ്യണ മൂവ്മെൻറ്റ് കാണിച്ചു തരാം. സാധാരണ എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് പുഷ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബെൻഡ് നിന്നിട്ട് ഈ ഒരു ആംഗിളിലാണ് പുഷ് ചെയ്യണത്. അപ്പോൾ ട്രൈസെപ്സിന് കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റ് കിട്ടും. ഓക്കെ, 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. യൂഷ്വലി ട്രൈസെപ്സിന് ഞാൻ റെപ്സ് കൗണ്ട് ചെയ്യുമ്പോൾ എത്ര റെപ്സ് ആയിട്ട്, എത്ര റെപ്സ്, 15 റെപ്സ്, 12 റെപ്സ്, ആ ഒരു റേഞ്ചിൽ വേണം. ടെൻഷൻ എന്തോരാണ്, എത്ര മാക്സിമം ചെയ്യാൻ പറ്റണോ അത്രയും ചെയ്യാറുണ്ട്. കാരണം ട്രൈസെപ്സ് എൻ്റെ വീക്കസ്റ്റ് മസിലാണ്. സോ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാം. സോ നമുക്ക് ട്രൈസെപ്സിൻ്റെ സെക്കൻഡ് സെറ്റിലോട്ട് കിടക്കാം. അതൊരു സ്റ്റാർട്ട് ചെയ്യണത് ഒരു 35-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സെറ്റ്. ഓക്കെ, One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. സോ ട്രൈസെപ്സിൻ്റെ തേർഡ് സെറ്റ് കഴിഞ്ഞു. അത് ഞാനൊരു 45-ലാണ് നിർത്തിയത്. മാക്സിമം റെപ്യൂഷൻ പോയി. സോ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പേസർ ഗേൾസ് ആണ്. പേസർ ഗേൾസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് 10 kg-ലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17,
18. Oh. Oh. Ah. സോ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. 20 റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ 18 റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സെറ്റിൽ ഒരു 15 റെപ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു 5 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഒരു 30 സെക്കൻഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിന്നോ അതൊന്ന് കട്ട് ചെയ്യാം കുറച്ച്. വേണ്ട അങ്ങനെ തന്നെ വെച്ചോ, ഞാൻ കട്ട് ചെയ്തോളാം. സോ സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ യൂഷ്വലി പ്രീച്ചർ കേൾസ് ചെയ്യുമ്പോൾ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് നന്നായിട്ടൊരു ബൈസെപ്സിന് നന്നായിട്ടൊരു എൻഗേജ്മെന്റ് കിട്ടാൻ പാകത്തുള്ളൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഈ സെക്കൻഡ് സെറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ മീൻസ് ലൈക്ക് പോസിറ്റീവ് മൂവ്മെന്റ്. ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് നെഗറ്റീവ്സ് പയ്യെ റിലീസ് ചെയ്യുക. അത് എൻ്റെ ഫുൾ സ്ട്രെച്ച് വന്നതിന് ശേഷം അവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, മുകളിലോട്ട് വരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 15 റെപ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 10 8 നിർത്തേണ്ടി വരും. 2 3 4 5 6 7 ഞാൻ പറഞ്ഞില്ലേ 15 റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 8 റെപ്സിൽ നിർത്തുന്നു. സോ നെക്സ്റ്റ് സെറ്റിൽ വെയിറ്റ് കൂട്ടണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ആ പ്ലാനിങ് നടക്കൂല. നമുക്ക് സെയിം വെയിറ്റിൽ തന്നെ ചെയ്യേണ്ടി വരില്ല, കാരണം ബൈസെപ്സ് ഓൾറെഡി ടൈറ്റായി. തേർഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. വെയിറ്റ് 15 kg ആണ് ഇട്ടാണ്. 15 kg ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ 5 5 5. Okay, so that's it. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ പ്രീച്ചർ കേൾസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് റിവേഴ്സ് പുഷ് ഡൗൺ ആണ്. റിവേഴ്സ് പുഷ് ഡൗൺ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റിവേഴ്സ് പുഷ് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എൻ്റെ ഫസ്റ്റ് സെറ്റാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് 25 kg ആണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം എത്ര റെപ്പറ്റീഷൻ വരെ പോകുന്നു. നമ്മൾ മാക്സിമം റെപ്പറ്റീഷൻ ആണ് ചെയ്യണത്. ഓക്കെ, 1 2 ആൻഡ് റിവേഴ്സ് പുഷ് ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടം വരെയാണ് ആംസ് കൊണ്ടുവരാറ്. എന്നിട്ട് പെട്ടെന്ന് പുഷ് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യാറ്. സോ റിവേഴ്സ് പുഷ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ മിഡിൽ ട്രൈസെപ്സ് മീൻസ് ലൈക്ക് മിഡിൽ ഹെഡിന് കിട്ടാനായിട്ട് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യണം. എന്നാലാണ് ആ മീഡിയൽ ഹെഡിന് ഹിറ്റ് ആവുള്ളൂ. ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2 3 4 5 6 7 8 9 10 okay 11 12 13 14 15 16 17 18 19
ചന്തി. ഓക്കെ, സോ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് സെറ്റാണ്. സോ നമുക്ക് 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യണം സെക്കൻഡ് സെറ്റിന് മുമ്പ്. സോ എന്താ പറയാൻ വന്ന നീഡിൽ ഹെഡ് ഹിറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സ്ട്രെച്ച് കൊടുക്കണം. പിന്നെ മാക്സിമം ഫുൾ സ്ട്രെച്ച്, ഹാഫ് റെപ്പ് അടിച്ചാൽ നമ്മൾ മാക്സിമം ഫുൾ സ്ട്രെച്ച് ചെയ്യുന്നുള്ള ഹാഫ് റെപ്പാണ് കൊടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ പുതിയൊരു ടെക്നിക്ക് ഇറങ്ങിയിട്ടുണ്ട്, ലോങ് ലെങ്ത് പാർഷ്യൽസ് എന്ന് പറഞ്ഞു. ആ ഒരു ടെക്നിക്കാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണത്. അപ്പോൾ പാർഷ്യൽ റെപ്പിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ഹെഡിൽ നിന്നുള്ള മീൻസ് ആ ലോങ്ങർ ആ സ്ട്രെച്ചിങ് പാർട്ടിലുള്ള പാർഷ്യൽ റെപ്പിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗ്രോത്ത് കിട്ടും മസിലിന്. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. സോ നമുക്ക് 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോറി, താഴെത്തുമ്പോൾ എക്സ്ക്യൂസ് ചെയ്യണ്ടല്ലേ, എയർ ഫുള്ള് റിലീസ്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സോ സെക്കൻഡ് സെറ്റ് 17 റെപ്പിറ്റേഷനാണ് പോയത്. 20 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും ഒരു 30 സെക്കൻഡ് റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തേർഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താടാ ചെയ്തു? എന്തേ തേർഡ് സെറ്റ് തുടങ്ങണമെങ്കിൽ ചെറിയൊരു സ്ട്രെച്ചിങ് കൊടുക്കണം, അല്ലെങ്കിൽ തേർഡ് സെറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബൈസും ട്രൈസും നല്ല അത്യാവശ്യമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 35-ലായിട്ടാണ് വെയിറ്റ് അധികം പോകുന്നുള്ള, ചെറിയ വെയിറ്റിലേ പോകുന്നുള്ളൂ. 1 2 3 4 5 6 7 8 9 11 12. സോ തേർഡ് സെറ്റ് 12 റെപ്പിറ്റേഷനാണ് കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ കാരണം ബൈസും ട്രൈസും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പമ്പുമായിട്ടുണ്ട്. എത്ര വർക്കൗട്ടാണ്? 4 വർക്കൗട്ട്, 4ാമത്തെ വർക്കൗട്ടാണ് അത്. 4 വർക്കൗട്ട് കഴിഞ്ഞോളൂ. സോ ഇനി ഒരു വർക്കൗട്ട് കൊണ്ട് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പോകണം, കാരണം ടൈമില്ല. സോ ഒരു ഹാമർ കേൾസ് കൂടെ ചെയ്തിട്ട് നിർത്താൻ പോവാണ്. അപ്പോൾ 5th വർക്കൗട്ടാണ് ഹാമർ കേൾസ്. സോ ആ 5th വർക്കൗട്ട് ഇന്നൊരു 5 വർക്കൗട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഹാമർ കേൾസ് കൂടെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം ഇന്നത്തെ വർക്കൗട്ട്. നാളെ ലെഗ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. നാളത്തെ വീട്ടിൽ ലെഗ് വർക്കൗട്ട് അടിക്കാം. അപ്പോൾ നമുക്ക് ഹാമർ കേൾസോടെ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് സെറ്റിൻ്റെ വീഡിയോ ഞാൻ എല്ലാവരും കാണിക്കാം. ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ അത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് ഹാമർ കേൾസ്. ഓക്കെ, ലാസ്റ്റ് ഷർട്ട് ഒരു കാണിക്കണോ? പാക്കൊന്നും ഇല്ലടാ, കുറവാ. ഇങ്ങനെയുണ്ടോ? ഇത്രേ ഉള്ളൂ. കാണാൻ പറ്റുന്നല്ലോ. കറണ്ട് ബോഡി കാണിക്കാനാ? പാൻറ് ഊരണല്ലോ. മൈക്ക് നിർത്ത്.
ഇതാണ് കറണ്ട് ബോർഡ്. സോ റിവേഴ്സ് പുഷ് ഓഫ് കഴിഞ്ഞു. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഹാമർ കൾസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെറിയ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. 5 kg ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. സോ 5, 7.5, 10 ആ ഒരു 3 വെയിറ്റാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. മിററിൽ കിട്ടുമോടാ? ഓട്ടെ. 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ചിലപ്പോ സോ ഹാമർ കൾസിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ കട്ട് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് 2 സെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സോ ഇവിടെ കൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.